charge of KTU coordinator and placement coordinator. He's also the joint convener of IQAC cell, and he even also the nodal officer of All India Survey of Higher Education. In addition to all these positions, he even has a valid membership in Computer Society of India and International Association of Engineers. So he also even have many publications in national and international journals, and he even trained more than 400 students, that is, which include both national and international students in Python programming using Google Colab. So these are all about our speaker, and his main interested areas are distributed and cloud computing and system security, operating system, and finally network. This is all about our speaker. So it's our privilege to have such a great personality with us. So I would like to invite Professor Jithin Jacob to handle the session. Welcome, sir. Thank you, Sharon. Am I audible? Yes, sir. Thank you, Professor Sharon, for such a good introduction. And it's quite happy to be with all the young aspirants today. And let us move into the session. Is it visible? Yes, sir. Yeah, thank you. Yeah. So, hi all. Today we are going to see some things about trending technologies and industrial revolution 4.0. Let me appreciate all of you in showing an aspirants towards computer science and engineering. Computer science and engineering interest your interest towards computer science and engineering. And നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും അടുത്ത ഒരു 4 കൊല്ലത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന കുറേ ടെക്നോളജികളിലൂടെ ആയിരിക്കും നമ്മൾ ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകുന്നത്. ശരിക്കും ചിലപ്പം ചില സംഭവങ്ങൾ നമ്മൾ പഠിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ചില സബ്ജക്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ പ്രോഗ്രാംസ് ആയിട്ട് അഡീഷണൽ ട്രെയിനിങ്ങുകളൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇതിലെ ഏതെങ്കിലും ഒക്കെ ടെക്നോളജിയിൽ നിങ്ങൾക്ക് എക്സലന്റ് ആവാൻ പറ്റിയാൽ your career and your life will get definitely succeeded. അപ്പൊ ഇതിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനൊക്കെ ഓർത്താണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്തൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ, ഈ ഒരു ഓൺലൈൻ സെഷനിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത്രേ പറയാൻ പറ്റൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സദ്യ കഴിക്കാൻ പോകുന്നു. സദ്യക്ക് 100 കൂട്ടം കറികളുണ്ട്. ഈ 100 കൂട്ടം കറികളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് ഒരു 50 കൂട്ടം ഇഷ്ടപ്പെടും, ചിലർക്ക് 1 ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലർക്ക് 5 ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ 100 കൂട്ടം കറികളുണ്ട്. അതിലെല്ലാ കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലത് നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെടും, നിങ്ങളുടെ ടേസ്റ്റ് ആയിരിക്കും. അതിനെ പിക്കപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ ടേസ്റ്റുകൾ ഉണ്ടാകാം എന്നുള്ളതായിരിക്കും നമ്മൾ ഇന്നത്തെ ട്രെൻഡിങ് ടെക്നോളജീസ് കൂടി പറയാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോൾ ട്രെൻഡിങ് ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മാത്രമല്ല എൻ്റയർ എഞ്ചിനീയറിംഗ് സെക്ടറിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ 4 വർഷത്തെ കോഴ്സുമായി മുമ്പിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിങ്ങളുടെ ടേസ്റ്റ് എവിടെയാണോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കറി ഏതാണോ, നിങ്ങളുടെ ടേസ്റ്റ് എവിടെയാണോ അത് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്ത് മുമ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇന്നത്തെ സെഷൻ കൊണ്ട് നിങ്ങൾക്കുള്ള ഉപയോഗം അതാണ്. ഈ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറിയ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ദെൻ ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് ഞാനത് പറയാം. ആ സമയത്ത് ആൻസേഴ്സ് ചാറ്റിൽ തിരിച്ച് റിപ്ലൈ ഇട്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആൻസേഴ്സ് തിരിച്ചെനിക്ക് ചാറ്റിൽ മെസ്സേജസ് ഇട്ടിരുന്നാൽ മതി, ഞാനത് നോക്കിക്കോളാം. ഓക്കെ. അപ്പോ ഈ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പിട്ട് ഒരു പേനയും അല്ലെങ്കിൽ ഒരു ബുക്കും പേപ്പറും ഒക്കെ കയ്യിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കയ്യിലില്ലേലും ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല പേനയും പേപ്പറുമാണ് മനസ്സ്. നിങ്ങളുടെ മനസ്സ് മതി ഈ ക്ലാസ് കേട്ടിരിക്കാനും ഇതിലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അല്ലെങ്കിൽ അടുത്ത 4 വർഷ സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് എടുത്ത് പ്രയോഗിക്കാനും അല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് തോന്നാനും ഒരു ടേസ്റ്റ് കണ്ടുപിടിക്കാനും ഉള്ള ഒരു മനസ്സ് മാത്രം മതി. കയ്യിൽ പേനയും പേപ്പറും ഒന്നും വേണമെന്നില്ല. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്.
ട്രെൻഡിങ് ടെക്നോളജീസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4.0. സോ ആദ്യമേ തന്നെ ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം, പക്ഷെ ഞാൻ ഉത്തരം ഏറ്റവും ലാസ്റ്റിലേ പറയുള്ളൂ. ചോദ്യം ഇതാണ്: ഇൻഡസ്ട്രി 4.0, why it matters us or why it matters you? ഇൻഡസ്ട്രി 4.0 ഇത് നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇൻഡസ്ട്രി 4.0 കേട്ടിട്ട് പോലും ഇല്ല. എന്താണ് ഇത്, നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു ചോദ്യമുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം ഏറ്റവും അവസാനം ഞാൻ പറയാം. ഞാൻ പറയേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഡസ്ട്രി 4.0 എന്നെയും നിങ്ങളെയും എങ്ങനെ ബാധിച്ചു എന്നുള്ളത് മനസ്സിലാക്കേണ്ടി വരും. ഇതിനു മുമ്പിട്ട് ഇൻഡസ്ട്രി 4.0 അതൊരു നമുക്ക് ഒട്ടും പിടുത്തമില്ലാത്തൊരു വാക്കാണ്. ഇൻഡസ്ട്രി എന്താണെന്നുള്ളത് അറിയാം, 4 എന്ന് പറഞ്ഞ ന്യൂമറിക് ഡിജിറ്റ് ആണെന്നറിയാം, അല്ലാതെ എന്താണ് എന്ന് നമുക്കൊരു ഐഡിയയും കാണില്ല. ഇന്ന് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റെവല്യൂഷൻസ് എന്താണെന്ന് നമ്മൾ നോക്കും. ദെൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1, 2, 3 and 4 ആൻഡ് ട്രെൻഡിങ് ടെക്നോളജീസ് ഓഫ് ദി ഇയർ. ഇതായിരിക്കും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഒരു വേർഡ് നിങ്ങൾക്ക് പരിചയമുണ്ട്, അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് പരിചയമുണ്ട്. ഏതാണെന്നറിയോ? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1 എന്തായാലും കേട്ടിട്ടുണ്ട്, 2ഉം കേട്ടിട്ടുണ്ട്, 3ഉം കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടു? 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ട്. ഞാനും ഇത് കേട്ടത് ഹിസ്റ്ററി തന്നെയാണ്. ഞാൻ 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിച്ചത് 10-20 വർഷം മുമ്പാണ്. അപ്പം 10-24 വർഷം മുമ്പാണ് ഞാൻ പഠിച്ചത്. അപ്പം അന്ന് ഞാനിത് കേട്ടിട്ടുണ്ട്, ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. ഞാൻ അന്ന് കേട്ടതാണ്. അതിനുശേഷം 10-20 കൊല്ലത്തിന് ശേഷം വീണ്ടും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന വാക്ക് ഞാൻ കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ന്യൂമറിക് ഡിജിറ്റും കൂടെ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4. ഞാനിത് കേട്ടത് ഒരു വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞ കഴിഞ്ഞ നവംബറിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ. അപ്പൊ ഞാനിത് കേട്ടപ്പോൾ ആലോചിച്ചു, ചേട്ടാ 3 അല്ലേ ഉള്ളായിരുന്നു, 1ഉം 2ഉം 3ഉം. ഹിസ്റ്ററി ആണല്ലോ, മറവി സ്വാഭാവികമാണല്ലോ, നീ മറന്നതായിരിക്കുമോ, അതോ നീ ക്ലാസ്സിൽ പോകാനായിരിക്കും അന്ന്? അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ തോന്നി. ഇത് കേട്ടിട്ടില്ല, ഈ ഒരു ചരിത്രമേ കേട്ടിട്ടില്ല. പിന്നീട് ഇതിനെപ്പറ്റി പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 എന്താണെന്നും അത് എന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയെ എന്തുമാത്രം അത് ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ പിന്നീടാണ് മനസ്സിലായത്. Then after that we will go for the trending technologies of the era. So ഇതിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് റെവല്യൂഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് റെവല്യൂഷൻ? റെവല്യൂഷൻ is a historical process. It refers to movements and complete change of society. ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള മൂവ്മെന്റ്സിനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും 3 റെവല്യൂഷൻസും കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും, തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും നമ്മൾ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഹിസ്റ്ററി പഠിപ്പിച്ച സാറോ ടീച്ചറോ ഒക്കെ ഒരു ഉച്ച കഴിഞ്ഞ് നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ 3 വാക്കുകൾ നമുക്ക് ഓർമ്മ കാണും. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഫസ്റ്റിൽ വന്ന സമയത്ത് ശരിക്കും വീൽസിന്റെ ഇൻവെൻഷനും അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിന്റെ ഇൻവെൻഷനും ഒക്കെയാണ് ഫസ്റ്റ് റെവല്യൂഷനെ ലീഡ് ചെയ്തത്. നമുക്ക് വരാം, അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. സെക്കൻഡ് റെവല്യൂഷൻ വന്നപ്പോഴത്തേക്ക് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തമാണ്. ഇലക്ട്രിസിറ്റിയാണ് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ലീഡ് ചെയ്തൊരു ഫാക്ടർ. തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ലീഡ് ചെയ്തൊരു ഫാക്ടർ ഇലക്ട്രോണിക്സ് ആണ്. എസ്പെഷ്യലി ട്രാൻസിസ്റ്റേഴ്സും ഐസിയും അങ്ങനെയുള്ള കോമ്പോണൻസ് ആണ് തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ലീഡ് ചെയ്തത്. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോഴത്തേക്ക് സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് ആണ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ലീഡ് ചെയ്യുന്നത്. ഞാൻ അതിലേക്ക് വരാം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരാം. എന്താണ് ഈ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് എന്നുള്ളതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം. ഈ ഒരു പടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചാറ്റിൽ മെസ്സേജ് ഇട്ടോ കണ്ടിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ ഇട്ടോ. കണ്ടിട്ടുണ്ടോ ഈ ഒരു പടം? യെസ്. ഇന്ന് കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാടത്തോ എവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ശരിക്കും എന്താ സംഭവിച്ചത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ പാടത്തൊക്കെ വെള്ളം ഷിഫ്റ്റ് ചെയ്യാനായിട്ടും വെള്ളം പമ്പ് ചെയ്തൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയൊരു യന്ത്രമാണ്, ചെറിയൊരു മെഷീനാണിത്, അല്ലേ? ഇന്ന് പമ്പ് സെറ്റുകൾ വന്നു, മോട്ടറുകൾ വന്നു, ഇതെല്ലാം ഇതിനെ പല ഫോഴ്സിലുള്ള മോട്ടറുകളുണ്ട്, അതിനെ റീപ്ലേസ് ചെയ്തു. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? മില്ലിലൊക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. നമ്മുടെ റൈസ് മിൽസിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പൊടിക്കാൻ, മുളകും അരിയും ഒക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം. പണ്ട് എങ്ങനെയാണ് ഇതൊക്കെ പൊടിച്ചോണ്ടിരുന്നത്? ഒരൽ എന്നൊക്കെ പറയും, ഇടിച്ചാണ് പൊടിച്ചോണ്ടിരുന്നത്. ഈ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ്?
ഒരു ഇൻഡസ്ട്രി യൂണിറ്റ് ആണ്. അവിടെ പാക്കിംഗ് ഒക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ചാക്കൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നിറഞ്ഞോളും. പണ്ട് ചാക്ക് നിറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരാൾ വാരി ചാക്കിലിടണം, ദെൻ ചാക്ക് തയ്ക്കണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? മെഷീൻ തന്നെ ചാക്കിനകത്ത് നിറയ്ക്കാനുള്ളത് നിറച്ചോളും, അതിനകത്ത് തയ്ക്കാൻ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ മെഷീൻ തന്നെ കൃത്യമായി ചെയ്തോളും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയിലൂടെ നമുക്ക് പോകാം. ആ ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് തിരിച്ചു വരികയും ചെയ്യാം. ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ആക്ടിവിറ്റി ഇതാണ്: ലിസ്റ്റ് ഔട്ട് മാക്സിമം നമ്പർ ഓഫ് തിങ്സ് ദാറ്റ് യു ഹാവ് ഓർ യൂസ് nowadays which was not seen or used before 10 years. എന്താ പറയുന്നേ? എനിക്കൊരു നമ്പർ നിങ്ങൾ പറയണം. നിങ്ങൾ എനിക്ക് ചാറ്റിൽ തരേണ്ടത് ഒരു നമ്പറാണ് തരേണ്ടത്. ആ എന്ത് നമ്പറാ തരണ്ടേ? നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഉള്ളതോ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതുമായ ഒരു സാധനം, പക്ഷേ കഴിഞ്ഞ 10 വർഷം മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പൊ മൊബൈൽ ഫോൺ, ഞാൻ കഴിഞ്ഞ 10 വർഷം മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ 1 കൗണ്ട് ചെയ്യും. ലാപ്ടോപ്പ് കഴിഞ്ഞ 10 വർഷം മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ 2 കൗണ്ട് ചെയ്യും. ദെൻ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഞാൻ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ അതിനെ വീണ്ടും 3, 4 എന്നിങ്ങനെ കൗണ്ട് ചെയ്യും. അങ്ങനെ ഒന്ന് കൗണ്ട് ചെയ്തിട്ട് ഒരു കൗണ്ട് പറയാമോ? ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതും കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കാത്തതുമായ ഒരു സാധനം, അതിനെ ഒന്ന് കൗണ്ട് ചെയ്ത് ടോട്ടൽ കൗണ്ട് എന്ന് പറയാമോ? മെസ്സേജ് ആയിട്ട് ഇടാം. ഒരു അപ്രോക്സിമേറ്റ് മതി. You have 1 minute of time. 5, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതോ ആയ ഒരു സാധനം, പക്ഷെ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നിങ്ങളത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ള എത്ര സാധനങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്? കമ്പ്യൂട്ടർ ആവാം, ലാപ്ടോപ്പ് ആവാം, മൊബൈൽ ആകാം, സ്മാർട്ട് ഫോൺസ് ആകാം, എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ആവാം, വാട്സപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം. അതിന്റെ കൗണ്ട്. പ്രോഡക്റ്റിന്റെ പേര് വേണ്ട, എത്ര എണ്ണം, അങ്ങനത്തെ എത്ര സാധനങ്ങളുണ്ട്? സാനിറ്റൈസർ എന്നൊരു റിപ്ലൈ. ശരിക്കും വേഗമായിട്ട് കൗണ്ട്, പെട്ടെന്ന് കൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് 1 minute. ആ കൗണ്ട് മാത്രം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ എത്ര സാധനങ്ങൾ ഇപ്പൊ നിലവിൽ കയ്യിലുണ്ട് എന്നുള്ളത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. യെസ്, ലെറ്റ് മീ കം ബാക്ക്. നിങ്ങളൊന്ന് മനസ്സിരുത്തി എണ്ണി, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടൊന്ന് എണ്ണി നോക്ക്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 30 to 50 നമ്പേഴ്സ്, ഏറ്റവും കുറഞ്ഞ 30-50 കാര്യങ്ങൾ കാണും. നമുക്ക് പെട്ടെന്ന് എണ്ണി നോക്കാം. നമ്മൾ 10 വർഷം മുമ്പ് ഉപയോഗിക്കാത്തതും എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്നു. വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മൊബൈലിനകത്ത് നിന്ന് ഒരു 100 കണക്കിന് ആപ്ലിക്കേഷൻസ് മൊബൈലിനകത്ത് നമ്മൾ 10 വർഷം മുമ്പ് കാണാത്ത ആപ്ലിക്കേഷൻസ് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് വാച്ചസ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മൊബൈൽ ഫോൺസ് ഉണ്ട്. അങ്ങനെ 100 കണക്കിന് സാധനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വന്നത്? നമ്മൾ അറിഞ്ഞത് പോലും ഇല്ല. ഇത്രയും കാര്യങ്ങൾ നമ്മളിലേക്ക്, നമ്മൾ കഴിഞ്ഞ ജസ്റ്റ് 10 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലയളവാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഉപയോഗിക്കാത്ത ആയിട്ടുള്ളൊരു സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി. ഈ ചുരുങ്ങിയ കാലയളവിൽ 1, 2, 3 വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുണ്ടായി. നമ്മൾ പോലും അറിയാതെ കടന്നു വന്നു. നമ്മുടെ മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 10-30 ആപ്ലിക്കേഷൻസ് തന്നെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ക്യാം സ്കാനർ ഉണ്ട്, പല പല ബ്രൗസേഴ്സ്, ഗൂഗിൾ ക്രോം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ആപ്ലിക്കേഷൻസിന്റെ എണ്ണം എടുത്താൽ ഒരുപാട് ആപ്ലിക്കേഷൻസ്, നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ആപ്ലിക്കേഷൻസ് ഉണ്ട്. ദെൻ എക്യുപ്മെന്റ്സ് എടുത്താലോ, എന്തെല്ലാം ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ അറിഞ്ഞത് പോലും ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് 10 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടോ കേട്ടോ ഇല്ലാത്ത സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഈ
കടന്നു വരെ ഉണ്ടാക്കിയ ആളാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 എന്ന് പറയുന്നത്. ഈ ഒരു റെവല്യൂഷൻ ആണ് നമ്മളെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ഒരു 10 വർഷം അല്ലെ 15 വർഷത്തിന് മുമ്പ് നമ്മൾ ഐഫോൺ കേട്ടിട്ടില്ല, ഐപാഡ് കേട്ടിട്ടില്ല, ആമസോൺ കിൻഡിൽ കേട്ടിട്ടില്ല, 4G കേട്ടിട്ടുകൂടിയില്ല. യൂബർ the world's largest taxi service provider ആണ്, വേൾഡ്സ് ലാർജസ്റ്റ് ടാക്സി സർവീസ് പ്രൊവൈഡർ, ബട്ട് ദേ നെവർ ഓൺസ് എ സിംഗിൾ ടാക്സി. സ്വന്തമായ ഒരു ടാക്സി പോലും ഇല്ലാത്ത വേൾഡ്സ് ലാർജസ്റ്റ് ടാക്സി സർവീസ് പ്രൊവൈഡർ. ഇന്റർനെറ്റിന്റെ സാധ്യതകളെ മാത്രം പ്രയോജനപ്പെടുത്തി എടുത്ത ഒരു ടാക്സി സർവീസ് പ്രൊവൈഡർ ആണ് യൂബർ. ആൻഡ്രോയിഡ്, അങ്ങനെ ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, സ്നാപ്ചാറ്റ് നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല, ഈവൻ എക്സിസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല. 2006 കാലഘട്ടങ്ങളിലൊന്നും എക്സിസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ കടന്നു വരികയാണ് ഉണ്ടായത്. ഇനി കൊല്ലങ്ങൾക്ക് മുമ്പ് എടുത്താൽ ടെലിഫോൺ കണ്ടുപിടിച്ചു. ആരാ ടെലിഫോൺ കണ്ടുപിടിച്ചേ? ജസ്റ്റ് പുട്ട് ആസ് എ മെസ്സേജ്. ടെലിഫോൺ കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? അറിയാവുന്നവർക്ക് മെസ്സേജ് ഇടാം. ടെലിഫോൺ കണ്ടുപിടിച്ച ആളുടെ പേര് ഗ്രഹാം ബെൽ. യെസ്, ആദർശ് എസ് ഗ്രഹാം ബെൽ, അലക്സാണ്ടർ ഗ്രഹാം ബെൽ, പാർവതി എസ്. ഓക്കെ, അപ്പൊ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ച ടെലിഫോൺ 100 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് 75 വർഷങ്ങൾ എടുത്തു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ 7 വർഷം മാത്രമേ എടുത്തുള്ളൂ 100 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാൻ. ഫേസ്ബുക്ക് 100 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് 4 വർഷം മാത്രമേ എടുത്തുള്ളൂ. ഇൻസ്റ്റാഗ്രാം 2 വർഷം കൊണ്ട് എത്തിച്ചേർന്നു. നിങ്ങളൊക്കെ കളിക്കുന്ന കളികളായ പബ്ജി, പോക്മോൻ ഗോ എന്ന് പറയുന്ന പല ന്യൂ ജനറേഷൻ ഗെയിംസ് ഒറ്റ മാസം കൊണ്ട് 100 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേർന്നു. സി ഹൗ ദ വേൾഡ് ഈസ് ചേഞ്ചിങ്. അന്നത്തെ കാലത്തിന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യകതയിൽ ഒന്നായിരുന്നു ടെലിഫോൺ. 75 വർഷങ്ങളാണ് എടുത്തത് 100 മില്യൺ കസ്റ്റമേഴ്സിലെത്താൻ. ഇന്നൊരു ചെറിയ ഗെയിം പോലും, ഒരു മൊബൈൽ ഗെയിം പോലും ഒരു മാസം കൊണ്ട് 100 മില്യൺ കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്നു. ഓൾ ദിസ് ആർ ഡ്യൂ ടു ദി എഫക്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4. അപ്പൊ നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഒന്ന് ഓടിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി വീഡിയോസിലേക്ക് പോകാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അപ്പം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1 പറയുന്നത് ഇറ്റ് സ്റ്റാർട്ടഡ് ദി ഇയർ ഇൻ ദി 18th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1 സ്റ്റാർട്ട് ചെയ്തത്. മേജർ തിങ് വാസ് സ്റ്റീം പവർ. സ്റ്റീം പവറും അതുപോലെ പ്രൊഡക്ഷൻ സെക്ടറിലൊക്കെ മെക്കാനൈസേഷൻ, എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. സ്റ്റീം എഞ്ചിൻസും സ്റ്റീം ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനുകളും സ്റ്റീം ബേസ് ചെയ്തിട്ടുള്ള ഷിപ്പുകളും ഒക്കെയാണ് ആ ഒരു റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്തത്. ദെൻ മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 1 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് റീപ്ലേസ്ഡ് ദ മസിൽ പവർ വിത്ത് ദി മെഷീൻ പവർ. പണ്ട് ആൾക്കാർ കഷ്ടപ്പെട്ട് അവരുടെ മസിൽ പവർ കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതിനെ നമുക്ക് മെഷീനിലേക്ക് ആക്കാൻ പറ്റി. അതുവഴി നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റി. That we can say as the major achievement in industrial revolution 1. While coming to Industrial Revolution 2, it began in the early 19th century. 19ാം നൂറ്റാണ്ടിലാണ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 2 സ്റ്റാർട്ട് ചെയ്തത്. ഡിസ്കവറി ഓഫ് ഇലക്ട്രിസിറ്റി ആയിരുന്നു അവിടുത്തെ താരം. ഇലക്ട്രിസിറ്റി ആണ് 2ാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ ലീഡ് ചെയ്തത്. സോ വെൻ ഇലക്ട്രിസിറ്റി കെയിം, we started producing things in a mass manner. നമുക്ക് പണ്ടൊരു 100 പ്രോഡക്റ്റ് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ സഹായം കിട്ടിയതോടുകൂടി നമ്മൾ 1000 കണക്കിന് അല്ലെങ്കിൽ 10000 കണക്കിന് പ്രോഡക്ട്സ് ഒരു ദിവസം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി വന്നപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ പ്രോസസ് ഒരുപാട് ഫാസ്റ്റർ ആയി. ലോവസ്റ്റ് കോസ്റ്റിൽ നമുക്ക് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി തുടങ്ങി. കമ്മിങ് ടു ദി തേർഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, it started in the year early 70s. 1970-കൾ, 20ാം നൂറ്റാണ്ടിനോടൊക്കെ അടുപ്പിച്ചാണ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 3 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ IC എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ് ഇതിനെ നയിച്ചെന്ന് നമുക്ക് പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ട് കാലത്തെ കമ്പ്യൂട്ടേഴ്സ്, അതിന്റെ സൈസ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റൂമിന്റെ പകുതിയോളം ഉണ്ടായിരുന്നു. ട്രാൻസിസ്റ്ററും ICയും ഒക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമുക്ക് ഇതിന്റെ സൈസുകളൊക്കെ കുറച്ച് ഇത് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റി. ഇൻഡസ്ട്രി സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 3 വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ കുറെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റി. മെഷീൻസിനകത്ത് തന്നെ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ മാറ്റാനായിട്ട് ഇൻഡസ്ട്രീസിന് കഴിഞ്ഞു. സോ let us have a quick review. 1760 മുതൽ 1840 വരെ ആയിരുന്നു ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഏകദേശം ഉണ്ടായിരുന്നത്.
1870 മുതൽ 1940 വരെയായിരുന്നു സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിരുന്നത്. ആൻഡ് തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1960 ടു 2010 വരെയായിരുന്നു ഏകദേശം തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായിരുന്നത്. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഏകദേശം 2011 മുതൽ മുമ്പിലേക്ക് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഈച്ച് ആൻഡ് എവറി ഡേ ദ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈസ് ഗെറ്റിംഗ് ഡെവലപ്ഡ്. ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വളരെ വാസ്റ്റ്, അതിന്റെ ഗ്രോത്ത് വളരെ വാസ്റ്റ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഉപഭോക്താക്കളാണ്, കൺസ്യൂമേഴ്സ് ഓഫ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് ഞാൻ വരുമ്പോൾ പറയാം. So exact starting period 1784 Industrial Revolution 1, 1870s Industrial Revolution 2 and 1969 Industrial Revolution 3. Then around 2011 തൊട്ട് ഇന്നും നാളെയും ഇനി ഫ്യൂച്ചറും ഒക്കെ ഓടാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4-നെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും പോകാനായിട്ട് പോകുന്നത്. ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4, അപ്പൊ 4 എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 is the application of information and communication technology to industry. ഇൻഡസ്ട്രീസിലേക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെയും ഇൻഫർമേഷൻ ടെക്നോളജീസിനെയൊക്കെ ചേർത്ത് വെക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 എന്ന് പറയുന്നത്. കുറച്ചുകൂടെ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4 helped the world in getting smarter. ലോകത്തെ തന്നെ സ്മാർട്ടർ ആക്കാനായിട്ട് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4-ന് സാധിച്ചു എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഒരു 2 വീഡിയോസ് പെട്ടെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
ഓക്കെ, കണ്ടിരുന്നോ? ആ വീഡിയോ കണ്ടിരുന്നോ? എന്താ ശരിക്കും സംഭവിക്കുന്നത്? നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 റെവല്യൂഷൻസ് എന്തായിരുന്നു, അത് ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. എസ്പെഷ്യലി സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോഴത്തേക്ക് തന്നെ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ നമ്മൾ മാസ് പ്രൊഡക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ദെൻ റെവല്യൂഷൻ 4 വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു. രണ്ടാമത്തെ വീഡിയോ ദ വേൾഡ് എക്കണോമിക് ഫോറം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 പറ്റി പറയുന്നത്, നമുക്ക് സുപരിചിതരായ ഒരുപാട് ആൾക്കാരുണ്ട്, മുകേഷ് അംബാനി അടക്കം ഒരുപാട് പേര് അതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 പറ്റി പറയുന്നതെന്നാണ് നമ്മൾ കേട്ടത്. അതിലൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സ്റ്റേറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ, നമ്മളുടെ രാജ്യം ഇന്ത്യയും അതിന്റെ ഒരു പാർട്ടാണ്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ, എഞ്ചിനീയറിംഗ് കരിയറിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് നമ്മുടെ രാജ്യം തന്നെ നിങ്ങളോടൊപ്പം മുമ്പിലുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ കരിയറിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റും ഉണ്ടാകാനായിട്ട് പോകുന്നത്. What we could say with Industrial Revolution 4 is the world itself is getting smarter. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് സ്മാർട്ടർ ആവുന്നു, അതുപോലെ തന്നെ ഈ ലോകം തന്നെ ഓരോ ദിവസവും സ്മാർട്ടർ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആൻഡ് ദി അതർ പാർട്ട്, ട്രെൻഡിങ് ടെക്നോളജീസ് ഓഫ് ദി എറ. ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 4 ഒക്കെ തന്നെ ഒരുപാട് ടെക്നോളജീസ് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു തലമുറയുടെ തന്നെ ട്രെൻഡിങ് ടെക്നോളജീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ കുഡ് സേ 1 മെഷീൻ ലേണിംഗ്, സെക്കൻഡ് 1 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, തേർഡ് 1 സൈബർ സെക്യൂരിറ്റി, ഫോർത്ത് 1 വെർച്വൽ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റീസ്, ഫിഫ്ത്ത് 1 ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സിക്സ്ത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, 7 big data, 8 robotics, 9 electric vehicle design, 10 additive manufacturing or simply 3D printing technologies. ഈ 10 ടെക്നോളജീസ് ആണ് ഇനിയും ലോകത്തെ നയിക്കാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് ഒരു 50-60 വർഷത്തേക്ക് ഉറപ്പായിട്ടും ഈ 10 ടെക്നോളജീസ് ആയിരിക്കും ലോകത്തെ തന്നെ ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം സെക്കൻഡ് തുടങ്ങാനായിട്ട് ഏകദേശം 70 to 80 ഇയേഴ്സ് എടുത്തു. ദെൻ സെക്കൻഡിൽ നിന്ന് തേർഡ് വരാനായിട്ട് വീണ്ടും ഒരു 50-60 ഇയേഴ്സ് എടുത്തു. ദെൻ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് വരാൻ ഏകദേശം അത്രയും എടുത്തു. ദെൻ ഇപ്പൊ ഫോർത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞത് അടുത്ത 50 കൊല്ലത്തേക്ക് ഈ 10 ടെക്നോളജീസ്, ദീസ് 10 ട്രെൻഡിങ് ടെക്നോളജീസ് ഓഫ് ദി എറ വിൽ ബി ഹാവിംഗ് ഇറ്റ്സ് ഓൺ ഡോമിനൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് കരിയറുമായി മുമ്പിലേക്ക് പോകുമ്പോൾ UKFനകത്ത് നിന്ന് നിങ്ങൾ ഈ 10 കാര്യങ്ങളും പരിചയപ്പെടും. ഈ 10 കാര്യങ്ങളും പരിചയപ്പെടാനുള്ള അവസരവും അതിനെ പരീക്ഷിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് UKF എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് കിട്ടും. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമ്മളൊരു സദ്യ കഴിക്കാൻ പോകുമ്പോൾ 100 കൂട്ടം കറികളുണ്ട്, എല്ലാം നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഈ 10 എണ്ണത്തിൽ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ your life will get definitely excelled, because these technologies are driving the era. These technologies will drive the world or even the era itself for the next 50-60 years. അപ്പൊ ഇതിൽ ഏതെങ്കിലും ടെക്നോളജീസിനോട് നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു കരിയർ തന്നെ, നിങ്ങളുടെ കരിയർ ഒരു 50-60 ഇയേഴ്സിനുള്ളിൽ നിങ്ങളുടെ കരിയർ ഏകദേശം കഴിയും. ആ ഒരു സമയം വരെ ഡോമിനന്റ് ആയിട്ട് ഈ ടെക്നോളജീസ് മുമ്പിലേക്ക് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. Let us have a quick view of all these 10 trending technologies. ഈ 10 ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് ഓടിച്ചു നോക്കാം. ഫസ്റ്റ് 1 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ? സ്വന്തമായി ഇന്റലിജൻസ് ഇല്ല. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അത് കൃത്യമായിട്ട് ചെയ്യും. 2 നമ്പർ കൂട്ടണമെങ്കിൽ പോലും നമ്മൾ വേണം പറഞ്ഞു കൊടുക്കാൻ, ഇത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിൽ, ഹ്യൂമൻ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ കമ്പ്യൂട്ടറിന് 2 നമ്പർ കൂട്ടാൻ പോലും അറിയത്തില്ല. അതാണ് കമ്പ്യൂട്ടർ. ഇറ്റ് ലാക്സ് IQ, ഇന്റലിജൻസ് കോഷ്യൻസ് ലാക്ക് ചെയ്യുന്നു കമ്പ്യൂട്ടേഴ്സ്. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ കമ്പ്യൂട്ടറിന് ഒന്നും ചെയ്യാൻ അറിയില്ല. There comes the idea of artificial intelligence. It refers to the simulation of human intelligence in machines. മനുഷ്യൻ ഉള്ളതുപോലുള്ള ഇന്റലിജൻസ് കമ്പ്യൂട്ടേഴ്സിനും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ശൃംഖലയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് 1 is machine learning. It's an application of artificial intelligence that provides the system the ability to automatically learn and improve from past experiences without being explicitly programmed. മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കുഞ്ഞാണെന്ന് നമുക്ക് വേണേൽ പറയാം. മെഷീൻ ലേണിംഗ് പറയുന്നത് ഇത്രയേ ഉള്ളൂ, കമ്പ്യൂട്ടേഴ്സിന് തന്നെ സ്വന്തമായിട്ട് ലേൺ ചെയ്യാനായിട്ടും അതുപോലെ പ്രീവിയസ് എക്സ്പീരിയൻസസിൽ നിന്ന് അനാലിസിസ് ഒക്കെ സ്വന്തമായിട്ട് നടത്തി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിന് പറ്റുന്ന കപ്പാസിറ്റിയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്.
Third one, cyber security. It's the practice of defending computers, servers, mobile devices, and other electronic systems from attacks. നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നു, നിങ്ങൾ മൊബൈലിനകത്ത് പാസ്വേഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ പാസ്വേഡ് ഇട്ട് വെച്ചേക്കുന്നത്? വേറെ ആരും അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട്, ആരും അത് അറ്റാക്ക് ചെയ്ത് അതിനകത്തുള്ള ഇൻഫർമേഷൻസ് ഒന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പാസ്വേഡ് ഇട്ട് വെച്ചേക്കുന്നത്. അതുപോലെ ഇത് എൻ്റയർ സൈബർ വേൾഡിന് നമുക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സൈബർ സെക്യൂരിറ്റി ഇസ് അതർ ഫാക്ടർ. And the fourth is virtual or augmented reality. It is the use of computer technology to create a simulated environment. യാദൃശ്ചികമല്ലാത്ത ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ഗ്രാഫിക്സ് എന്നൊക്കെ പണ്ട് കുഞ്ഞുകാലങ്ങളിൽ പറയും, സിനിമയിലൊക്കെ കാണുന്ന ഗ്രാഫിക്സ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മൾ വിർച്വൽ ഓർ ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഓഗ്മെന്റഡ് റിയാലിറ്റിയെ കേരളത്തിനെ മുഴുവൻ, എന്തിനും മലയാളികളെ മുഴുവൻ പരിചയപ്പെടുത്തി കൊടുത്തൊരു ചാനലുണ്ട്. ഏതാ ചാനൽ അറിയോ? അറിയാവുന്നവർക്ക് ടെക്സ്റ്റ് ചെയ്യാം, ചാറ്റ് ചെയ്യാം. ഒരു മലയാളം ചാനൽ കേരളക്കരയെ തന്നെയല്ല എല്ലാ മലയാളികളെയും പരിചയപ്പെടുത്തി കൊടുത്തു. ഏതാണ്? മെഹറൻ ഷാ, രാഹുൽ, ആദർശ്, ദർശൻ, ന്യൂസ് 24. നമുക്കൊരു കുഞ്ഞു വീഡിയോ കണ്ട് തിരിച്ചു വന്നാലോ? ന്യൂസ് 24 ഒരു കുഞ്ഞു വീഡിയോ കണ്ട് തിരിച്ചു വരാം. Just a second, audible അല്ല എന്ന് പറയുന്നു. Just a second. Okay, sorry. നേരത്തെ പറയാറുണ്ട് audible അല്ല, just നേരത്തെ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. Okay, 1 second. റിപ്പബ്ലിക് രാജ്യം 70ാം വർഷത്തിലേക്ക് കടക്കുന്നു. ഇപ്പോൾ audible ആണോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടാവോ? audible ആണോ? സൈനിക ശക്തിയിലും ഇന്ത്യ ഒട്ടും പിന്നിലല്ല. ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. പോയ വർഷം 5ാം സ്ഥാനത്തായിരുന്നെങ്കിൽ 4ാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തിയത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ സ്വയം നിർമ്മിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ കഴിവാണ്. T-90 ടാങ്കുകളാണ് ഏറെക്കാലമായി കരസേനയ്ക്ക് ആശ്രയമായിരുന്നതെങ്കിൽ ഇന്ന് T-90 ടാങ്കുകളുടെ സ്ഥാനത്ത് റഷ്യയുടെ സഹായമില്ലാതെ തന്നെ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അർജുൻ ബാറ്റിൽ ടാങ്കുകളാണ്. അർജുൻ ബാറ്റിൽ ടാങ്ക്, മെയിൻ ബാറ്റിൽ ടാങ്കുകൾ ഇന്ത്യൻ കരസേനയുടെ ആവേശവും ശക്തിയുമാണ്. 366 എണ്ണമാണ് ഇന്ത്യൻ കരസേനയ്ക്കുള്ളത്. വ്യോമസേനയിലും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കരുത്ത് കാണാൻ സാധിക്കും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫൈറ്റർ പ്ലെയിനുകളുണ്ട്. 2100-ലധികം പോർ വിമാനങ്ങൾ ഇന്ത്യക്ക് സ്വന്തമായി. ഇതിൽ ഫ്രാൻസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യ വാങ്ങാൻ പോകുന്ന റഫാൽ അടക്കമുള്ളവ. ഫൈറ്റർ പ്ലേറ്റുകൾ മാത്രമല്ല, കാരിയർ ഫ്ലൈറ്റുകളും ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. നോൺ കോമ്പാക്ട് ഫൈറ്റർ പ്ലേറ്റുകളോടൊപ്പം തന്നെ കാരിയർ ഫ്ലൈറ്റുകളും ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ സഹായത്തോടു കൂടി. പിന്നെ ചീറ്റയും ചേതക്കും ധ്രുവും. ഇന്ത്യയുടെ വ്യോമസേനയുടെ അവിഭാജ്യ ഘടകങ്ങളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചെടുത്ത 4 ഹെലികോപ്റ്ററുകൾ. ഏതു ദിക്കിലും എവിടെയും എപ്പോഴും ചെന്നിറങ്ങാൻ കഴിവുള്ള ഈ ഹെലികോപ്റ്ററുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയെ 4ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചവയാണ്. എന്നാൽ ഇന്ത്യൻ പ്രതിരോധ ശക്തിയെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് എത്തിച്ചതിനു പിന്നിൽ ഇന്ത്യയുടെ ആണവ ശക്തിയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കരയിലും കടലിലും ആകാശത്തും നാശം വിതയ്ക്കാൻ പോകുന്ന ന്യൂക്ലിയർ പവറുണ്ട് ഇന്ത്യക്ക്. ന്യൂക്ലിയർ ട്രയൽ, ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസിലും സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽസിലും ഒപ്പം സ്ട്രാറ്റജിക് ബോംബേഴ്സിലും ഘടിപ്പിക്കാവുന്ന ആണവ പോർമുനകൾ. ലോകത്ത് ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളുടെ പട്ടികയിലേക്ക് ഇന്ത്യ എടുത്തുയർത്തിയത് ഈ ആണവ ശക്തി ദുർഗമാണ്.
ന്യൂക്ലിയർ ട്രയാഡാണ്. ഇന്ത്യൻ നിർമ്മിതം പൂർണ്ണമായും തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഈ ആണവ പോർമുനയുടെ കരുത്തിൽ കൂടിയാണ് ഇന്ത്യ പ്രതിരോധ ശക്തിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നത്. നമ്മളുടെ രാജ്യം ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ ശക്തിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 4-ാമതാണ്. ഞാൻ വോയിസ് ഇല്ലാமல் വരെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് പ്ലേ ചെയ്ത ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യാമേ, ബിക്കോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. The fourth industrial revolution, it's a fusion of the physical, the digital, and the biological world. It's changing not only what we are doing, it's changing who we are. It's really the notion of digital technology pervasively impacting every walk of life in every vertical industry on all parts of the globe. Whether it's information technology and the acceleration we see in artificial intelligence, a lot is happening. Society and how we're going to live is being defined right now. The speed is mind-boggling. What I'm particularly concerned about is how little the world is prepared. Harnessing this revolution requires the involvement of all stakeholders, from public and private sectors to academia and civil society. The World Economic Forum's Centre for the Fourth Industrial Revolution Network ensures that the development and application of emerging technologies benefits both people and the planet. It is a network of centres for scalable impact, with locations in the United States, Japan, India and China, bringing together stakeholders to identify the impacts of these technologies, co-design innovative governance protocols and policy frameworks, and pilot them with partners around the world. If we are not innovative, if we're not creative enough, it will be very difficult to survive in this century. Humans and machines are assisting each other, augmenting each other with skills. Humanity itself will be changed with this super intelligence, and we are at the doorstep of that era. The technologies available today will impact and change healthcare forever. 52% of the encounters with our primary care physicians were handled virtually. Just a massive change. The network will work closely to share research, analysis and learning, and help design new technologies in ways that respect societal values. It's where innovation is happening, about how we guide this revolution. We can solve many of the social issues through the digital technologies. My hope is that we have a robust discussion for how this can truly help our world solve some of the hard-pressed challenges that we have today. Together, we can shape a future that truly benefits and empowers people. The world has changed. We can never ever go back to yesterday. ഓക്കെ, ഈ വീഡിയോ നേരത്തെ പ്ലേ ചെയ്തതാണ്. അപ്പം വോയിസ് ഇല്ല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടെ പ്ലേ ബാക്ക് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 24 ന്യൂസിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ വീഡിയോ ഉണ്ടായിരുന്നു. ഈവൻ പല ഇതും ലൈവിൽ പോലും അവർ ചെയ്യുന്നുണ്ട്. സോ 24 ന്യൂസ് ആണ് കേരളക്കരയിലെ ഒട്ടുമാന ആളുകളെയും ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. ആൻഡ് ദ ഫിഫ്ത്ത് ടെക്നോളജി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇറ്റ് ഈസ് ദി ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ്, എസ്പെഷ്യലി സ്റ്റോറേജ് ആൻഡ് കമ്പ്യൂട്ടിംഗ് പവർ. നിങ്ങളുടെയൊക്കെ കയ്യിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ ഇരിപ്പുണ്ട്, പ്രിഫറബിളി ആൻഡ്രോയിഡ് 1. ഇതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ആയി കിടപ്പുണ്ട്. ഗൂഗിളിന്റെ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് കിടപ്പുണ്ട്. യു ആർ എസ് എ ക്ലൗഡ് യൂസർ, നിങ്ങളൊരു ക്ലൗഡ് സ്റ്റോറേജ് യൂസർ ആണ്. നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഫയൽ ഇട്ടാൽ ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈവൻ നിങ്ങളുടെ ആ മൊബൈൽ നിങ്ങളുടെ കൈ വേണമെന്ന് പോലും ഇല്ല. ഇന്റർനെറ്റും ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏതൊരു കോണിൽ നിന്നും ഏതൊരു സമയത്തും നിങ്ങൾക്ക് ആ ഫയൽ എടുക്കാനായിട്ട് പറ്റും. പണ്ട് കാലത്ത് നമ്മുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതിനെ വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ മെയിൽ അയക്കണം, അല്ലെങ്കിൽ അതിനെ പെൻഡ്രൈവിലാക്കണം, അല്ലെങ്കിൽ CD-യിലാക്കണം. ആദ്യ കാലങ്ങളിൽ നമ്മൾ മെയിൽ അയച്ചു, CD-യിലാക്കി, ഫ്ലോപ്പിയിലാക്കി, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ആദ്യ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ജനറേറ്റഡ് ആയതോടെ നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഡ്രൈവിലേക്ക് ഇട്ടേക്കുക. ലോകത്തിന്റെ ഏതൊരു കോണിൽ പോയിരുന്നാലും ഇന്റർനെറ്റും ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫയലുകളെ എടുക്കാനായിട്ട് പറ്റും. സോ ഓൾ ഓഫ് us ആർ
users of cloud computing. നമ്മൾ ഒരാൾ പോലും ഇന്ന് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ഇത്രയും പേരും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. നമ്മളുടെ ഈ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത്, നമ്മുടെ ഈ സൂം ഇപ്പൊ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതും ക്ലൗഡിലാണ് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. സൂമിന്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ചാണ് നമ്മളിപ്പോൾ നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. And next is Internet of Things, IoT എന്ന് വിളിക്കുന്നു. It refers to billions of physical devices around the world that can be connected to the internet. നിങ്ങളുടെ വീട്ടിലുള്ള ബൾബ്, ഫാൻ, AC, എന്തിന് നിങ്ങളുടെ വീട്ടിലെ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നത് പോലും നിങ്ങൾക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീട്ടിൽ വൈകുന്നേരം 5 മണിക്ക് വെള്ളം ഒഴിക്കണം ചെടിക്ക്, അല്ലെങ്കിൽ മണ്ണിലെ വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണം. യു ക്യാൻ ഡു ഇറ്റ് ബൈ യൂസിങ് IoT. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീട്ടിൽ കൃത്യമായിട്ട് ഇന്ന സമയത്ത് ബൾബ് ഓൺ ആവണം, ഇന്ന സമയത്ത് ഓഫ് ആവണം, നിങ്ങൾക്ക് അത് ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ AC ഇത്ര മണിക്ക് ഓൺ ആക്കണം, ഇത്ര മണിക്ക് ഓഫ് ആക്കണം, നിങ്ങൾക്ക് അതും ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതും ചെയ്യാനായിട്ട് പറ്റും. യു ക്യാൻ കൺട്രോൾ എനി ഫിസിക്കൽ ഡിവൈസ് with you by using internet. ഇന്റർനെറ്റിന്റെ അനന്തമായ സാധ്യതകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊരു ഡിവൈസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ കഴിഞ്ഞ വർഷത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ചെയ്ത പ്രോജക്റ്റ് ആണ്. ഞാൻ പ്രോജക്റ്റിന്റെ പേര് മറന്നുപോയി. സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കം അവാർഡുകൾ കൊടുത്ത ഒരു പ്രോജക്റ്റ് ആണ്. ഞാൻ എന്റെ പേര് എക്സാക്ട്ലി ഓർക്കുന്നില്ല. ഇലക്ട്രോണിക്സും ഈസിയും കൂടെ ചേർന്ന് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. അതില് കുട്ടികൾ ചെയ്തതായിരുന്നു, കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി വെള്ളം നനയ്ക്കാൻ കഷ്ടപ്പെടേണ്ട, വെള്ളം എപ്പോഴാണോ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടുന്നത് ആ സമയത്ത് കൃത്യമായി പമ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം IoT യൂസ് ചെയ്ത് അവർ ചെയ്ത് എടുക്കുകയുണ്ടായി. ആൻഡ് the seventh trending technology is big data. Big data, as the term says, large volume of data. നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ എത്ര ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, എത്ര വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ മെയിലിൽ എത്രമാത്രം മെയിലുകൾ കിടക്കുന്നു, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ സൈസ് കൂടിയ മെയിലുകളും ഒക്കെ കിടപ്പുണ്ട്. അപ്പം ഇതിനെ എല്ലാം ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വി നീഡ് ടെക്നോളജീസ് ടു ഹാൻഡിൽ ഡേറ്റ. ഡേ ബൈ ഡേ വോളിയം ഓഫ് ഡേറ്റ ഈസ് ഗെറ്റിംഗ് ഇൻക്രീസ്ഡ്. നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഡേറ്റയുടെ വോളിയം വളരെ ഹയർ ആണ്. അപ്പം ഇതിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വി നീഡ് ഗുഡ് ടെക്നോളജീസ്, വിച്ച് ഇൻ ടേംസ് വി സേ ആസ് ബിഗ് ഡേറ്റ ടെക്നോളജീസ്. ബിഗ് ഡേറ്റയാണ് അങ്ങനൊരു ഫാക്ടർ. 8th one, robotics. Robotics is the intersection of science, engineering, and technology that produces machine called as a robot that substitute human action. മനുഷ്യൻ ചെയ്യേണ്ട ആക്ഷൻസ് അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമുക്ക് റോബോട്ട്സിനെ ഉണ്ടാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമുക്ക് റോബോട്ട്സ് എന്ന് വിളിക്കാനായിട്ട് പറ്റും. നമുക്ക് പെട്ടെന്ന് 2 വീഡിയോസ് കണ്ടുവരാം. അതിലെ ഒരു വീഡിയോ UKFന്റെ തന്നെ വീഡിയോ ആണ്. പലപ്പോഴും ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകിച്ച് മോർണിംഗ് സെഷൻ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? അതിൽ നമ്മുടെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്, അത് റോബോട്ടിക്സിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. നിങ്ങളത് കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി അത് പ്ലേ ചെയ്യാം. നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണ് അതിൽ കാണിക്കുന്നത്. അതിനുശേഷമുള്ളത് ജെൻ റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പറ്റിയാണ്. അതിനെപ്പറ്റി ഞാൻ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. അമ്മേ പ്ലീസ് അമ്മേ, ഒന്ന് എന്റെ കോളേജിലോട്ട് വാ. അമ്മ ഇന്ന് വരാന്ന് പറഞ്ഞതല്ലേ, പ്ലീസ് അമ്മേ പ്ലീസ്. അറിവുകൾ കതിരിടും നിറമെഴും കാലമായി, ഓ ഇതുവഴിയേ ഓ പറന്നുയരാ, ഓ നേടാം ജീവിതം. അറിവുകൾ കതിരിടും നിറമെഴും കാലമായി. ഈ ആഡ് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും നമ്മുടെ പ്രോഗ്രാംസിനെ സ്റ്റാർട്ടിങ്ങിൽ. ശരിക്കും നമ്മുടെ സ്റ്റുഡൻസിന്റെ റോബോട്ടിക്സിന്റെ ഒരു ഇൻട്രസ്റ്റ് വെച്ചിട്ട് അവരുടെ കൺസെപ്റ്റിൽ ചെയ്തെടുത്ത ഒരു വീഡിയോ ആണിത്. ദെൻ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
India is the first Asian nation to reach the Mars orbit. The technological advancements in the field of science and economy make it one of the fastest growing nations in the world. Still, we cannot fathom a technology that eliminates the deadly practice of manual scavenging. With 80% of sewer workers dying before the age of 50, the casualty in manual scavenging is even more than the casualty we have on the borders. Despite a recent prohibition of MS Act passed in 2013, the practice of manual scavenging continues illegally, where men from the lower caste system are forced into this heinous profession due to the hereditary social culture which still exists in our nation. Poor human souls, thousands of scavengers die each year around the world, and in various scavenging situations, manholes are the well-known serial killers. The existing manhole cleaning practice requires a worker to manually position the sewer jetting machine or sewer rods, which are fed inside the manhole for sewer line cleaning. But these machines meant to unblock the sewer line are not effective in cleaning manholes, and nobody has thought of making new ones just because manholes are created for humans to clean. Yes, the existing methods of manhole cleaning are not perfect. That's why these workers need to enter manholes despite stern prohibitions by the governing bodies. They are forced to completely submerge into the manhole filled with toxic gases and infected liquid waste to remove these solid wastes to open blockage. It's no surprise that hundreds of scavengers are dying each day after being affected by various kinds of diseases like amnesia and nausea. Why can't we create a machine that will do all these jobs just like a human or better than a human? This is why we have come together to solve this problem and design something that will eliminate manual scavenging completely and carry out the sewage work more effectively than the humans. We call it Bandicoot. It's a robotic technology that cleans manholes more efficiently and effectively than humans. It will do all tasks, starting from removing the heavy manhole covers. Bandicoot can enter by converging its diameter through manholes to the unseen depths and pull out the solid waste material, which is the real reason of blockage and liquid flood, with its specially designed human-comparable robotic arm, and unblock the sewer system, which will help liquid waste to flow through sewer system as usual. This procedure is more efficient in cleaning manholes than the big sucking machines, which normally suck all the liquid, which is only the effect, and create lots of roadblock, leaving behind the reason for further headaches to the authorities and opens a death trap for poor scavengers. Bandicoot's arm is not only capable of performing multiple tasks like the positioning of the sewer jetting pipe or other peripherals for sewer line cleaning, which is currently being handled by human workers using their bare hands, but Bandicoot can also be used for inspection of manholes. Bandicoot is an advanced tech designed for a common man with a simple user interface which helps the present sewage workers to operate themselves, which only takes the risk out of their job, not their employment opportunity. Every human life is important. Don't sit idle and see it go to waste. Bandicoot, let's change manhole to robohole. Yes. അപ്പോൾ ഈ ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും. മാൻഹോളിൽ ആൾക്കാർ ഇറങ്ങിയാണ് വേസ്റ്റ് വാട്ടറിൽ നിന്ന് ഈ ബ്ലോക്ക് ഉണ്ടാവുന്ന മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് കളയുകയും അങ്ങനെയുള്ളവരൊക്കെ പോയിസൺസ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഇൻഹെയിൽ ചെയ്യുകയും അവരുടെ ലൈഫ് ടൈം തന്നെ ഒരു 50 വർഷത്തിനകം മാക്സിമം ഒരു 50 വർഷത്തിനകത്ത് തന്നെ കുറഞ്ഞു പോകുന്നു. ഇന്ത്യ ടെക്നോളജിക്ക് ഒത്തിരി ഡെവലപ്ഡ് ആയിട്ട് പോകുന്നു. നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0 ഒരു സ്റ്റേറ്റ് ഹോൾഡർ തന്നെയാണ് ഇന്ത്യ. പക്ഷേ ഇക്കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്തി തരാൻ അറിയോ? നമ്മുടെ കേരളത്തിലെ 4 മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ്. 4 മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, 4 പേരും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയിരുന്നു. അവരാണ് ഇങ്ങനെ ഒരാള് എറണാകുളത്ത് കഷ്ടപ്പെടുന്നത് അവർ നേരിൽ കാണാനിടയായി. അങ്ങനെ അവരുടെ ഒരു ആശയം അവരവരുടെ കോളേജുമായി പങ്കുവെച്ചു. അതിനുശേഷം അവിടെ നിന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് ഈ ഒരു പ്രപ്പോസൽ കൊടുത്തു. കേരള സ്റ്റാർട്ടപ്പ് മിഷന് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ അവർ ഇതിന് ഫണ്ടിങ് കൊടുത്തു. അങ്ങനെ അവരതിന്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുത്തു, അതിനെ ഇംപ്ലിമെന്റ് ചെയ്തു. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ മതി, ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ മെഷീൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സെക്രട്ടേറിയറ്റിന്റെ അവിടെയുള്ള മാൻഹോളാണ് ആദ്യമായിട്ട് ക്ലീൻ ചെയ്തത്. അപ്പോ അതിന്റെ വീഡിയോസ് ഒക്കെ അവിടെ കിടപ്പുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹായത്തോടുകൂടി ഇവർ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഇവർ സ്വന്തമായ ഒരു കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്തു, ജെൻ റോബോട്ടിക്സ്, വിച്ച് കൺവേർട്ടഡ് മാൻഹോൾസ് ടു റോബോഹോൾസ്. മാൻഹോൾസിൽ മനുഷ്യരിറങ്ങി വൃത്തിയാക്കിക്കൊണ്ടിരുന്നത് റോബോട്ട്സിനെ വെച്ച് ചെയ്യിച്ചു തുടങ്ങി. ഈ കമ്പനിയാണ് വേൾഡ് വൈഡ് സെല്ലിംഗ് ഉള്ള ഒരു കമ്പനിയാണ്. ജെൻ റോബോട്ടിക്സ് ഇസ് ദി വൺ ആൻഡ് ഓൺലി കമ്പനി ഹു ഈസ് ഹാവിംഗ് സച്ച് ആൻ ഐഡിയ
such a patented idea and a worldwide famous and worldwide get invested company also. 4 മലയാളി വിദ്യാർത്ഥികൾ, മേ ബി നിങ്ങളെക്കാട്ടി ഒരു 5-6 വയസ്സിന് മൂത്തവരായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പാണ് ഇത് വന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാട്ടി ഒരു 5-6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ് മൂത്ത ആൾക്കാരാണ് 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. കേരളത്തിൽ നിന്ന് 4 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഈ കൺസെപ്റ്റുമായിട്ട് മുമ്പിലേക്ക് വരികയും അതിനൊരു കമ്പനിയാക്കി ജെൻ റോബോട്ടിക്സ് എന്ന പേരിൽ ലോകം മൊത്തം എത്തിക്കാനായിട്ടും അവർക്ക് സാധിച്ചത്. And the 9th technology, electric vehicle design. അപ്പം ഇലക്ട്രിക് വെഹിക്കിൾ ഡിസൈനിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറഞ്ഞു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 1 പറഞ്ഞു, ആദ്യ കാലത്ത് സ്റ്റീം എഞ്ചിൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കാറുകളൊക്കെ വന്നപ്പോഴത്തേക്ക് കാറിൽ നമ്മൾ ഡീസൽ ഉപയോഗിക്കാൻ തുടങ്ങി, പെട്രോൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് ഹൈബ്രിഡ് വെഹിക്കിൾസ് വന്നു തുടങ്ങി. ഹൈബ്രിഡ് വെഹിക്കിൾസ് വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഇന്ന് ഒരു മാരുതിയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ മാരുതിയുടെ സിയാസ്, എർട്ടിഗ, തൊട്ട് മേലോട്ടുള്ള എസ്ക്രോസ്, അങ്ങനെയുള്ള വെഹിക്കിൾസ് ഒക്കെ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആണ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാറ്ററി പവറിൽ നിന്നും അതിനെ മോണിറ്റർ, അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫ്യൂവൽ പവർ, ഡീസൽ ആണെങ്കിൽ ഡീസൽ, പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, അതിൽ നിന്ന് നമുക്ക് അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി, ടെക്നോളജി അതിനകത്ത് ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരുതിയുടെ ഹൈബ്രിഡ് വെഹിക്കിൾസിന്റെ ഒരു ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടുന്ന സമയത്ത് ഫ്യൂവൽ ഡീസലോ പെട്രോളോ കൺസ്യൂം ചെയ്തായിരിക്കും വണ്ടി ഓടുന്നത്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും സിഗ്നലിലൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഫ്യൂവൽ കൺസംഷൻ കുറച്ച് വണ്ടിയുടെ എഞ്ചിനെ ഐഡിൽ സ്റ്റേറ്റിൽ മാറ്റി നിർത്തിക്കൊണ്ട് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് യൂസ് ചെയ്തുകൊണ്ട് വണ്ടി ആ സമയത്ത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യും. ഇത് ഇന്ന് നിലവിൽ മാരുതി പോലുള്ള അല്ലെങ്കിൽ ടാറ്റ പോലുള്ള കമ്പനികൾക്കെല്ലാം ഹൈബ്രിഡ് ടെക്നോളജി അവർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇപ്പൊ അവിടെ നിന്നും കാലം പോയിരിക്കുന്നു, ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും വൈദ്യുതിയിൽ തന്നെ ഓടാൻ സാധിക്കുന്ന, കിലോമീറ്ററുകളോളം ഓടാൻ സാധിക്കുന്ന വെഹിക്കിൾസും എത്തി തുടങ്ങിയിരിക്കുന്നു. ഇനിയും അതിന്റെ മൂവ്മെന്റ്സ്, അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ മൂവ്മെന്റ്സും ഒക്കെ വളരെ വേഗം മുമ്പിലേക്ക് പോകും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. And the last one, additive manufacturing or 3D printing. 3D printing or additive manufacturing is a process of making 3-dimensional solid objects. നിങ്ങൾ സാധാരണ പ്രിന്റ് എടുക്കുമ്പോൾ എന്ത് പറ്റും? പേപ്പറിൽ ഒരു പ്രിന്റ് കിട്ടും, എക്സ് ആക്സിസും ഉണ്ടാവും, വൈ ആക്സിസും ഉണ്ടാവും. പക്ഷേ 3D പ്രിന്റിംഗ് അല്ലെങ്കിൽ അഡിറ്റീവ് മാനുഫാക്ചറിംഗ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 3-dimensional ആയിട്ടുള്ള സോളിഡ്സിനെ പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഒരു ഐൻസ്റ്റീന്റെ ചെറിയൊരു രൂപം ഇരിപ്പുണ്ട്. ഇത് വേറെ എങ്ങും ചെയ്തതല്ല, UKFന്റെ ഫാബ് ലാബിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ചെയ്തതാണ്. ഫാബ് ലാബിനകത്ത് തന്നെ ഇത് ഇരിപ്പുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് നമ്മുടെ ഫാബ് ലാബിന്റെ മെഷീൻ, നമ്മൾ ഫാബ് ലാബിൽ ഉപയോഗിക്കുന്ന മെഷീൻ ഉണ്ട്. ഈ മെഷീൻ എല്ലാം സ്റ്റുഡൻസിന് ഫുൾ ടൈം ഓപ്പൺ ആണ്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. UKFന്റെ ഫാബ് ലാബിന്റെ ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. Time when I used a 3D printer, I thought this was only available in the market because it was so expensive. And then we together thought, why can't we make something like this in our college? Then we presented the idea of creating a new 3D printer in our college at a much affordable rate. And together, and with the whole support of our college members, we were successfully able to fabricate a new 3D printer. And now we believe that others' imagination can be made into a product by 3D printer. Evolve your ideas. നിങ്ങളിപ്പോ കണ്ടത് UKF എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ഫാബ് ലാബിലെ മെഷീനുകളും ദെൻ നമ്മുടെ വിദ്യാർത്ഥികൾ തന്നെ അതുപോലത്തെ ഒരു സിമുലേറ്റിംഗ് മെഷീനും ഒക്കെ ഉണ്ടാക്കിയെടുത്തതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. നമ്മളുടെ 10 ടെക്നോളജീസും 10 ട്രെൻഡിങ് ടെക്നോളജീസ് നമ്മൾ പറഞ്ഞു. ഈ 10 ട്രെൻഡിങ് ടെക്നോളജീസിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം തീർച്ചയായിട്ടും UKF എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. അതിലെ ചില സംഭവങ്ങൾ നിങ്ങളുടെ അക്കാഡമിക്സിന്റെ പാർട്ടായിട്ട് സിലബസിലൂടെ ആയിരിക്കും കടന്നു വരുന്നത്, ചില സംഭവങ്ങൾ അഡീഷണൽ ആയിട്ടായിരിക്കും നിങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 ടെക്നോളജി എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇതിൽ ഏതാണോ നിങ്ങളുടെ ടേസ്റ്റ്, ആ ടേസ്റ്റ് പിക്ക് ചെയ്ത് മുമ്പിലേക്ക് പോകാനായിട്ട് സാധിച്ചാൽ യുവർ കരിയർ വിൽ ഡെഫിനറ്റ്ലി ഗ്രോ. ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇൻഡസ്ട്രി 4.0, വൈ ഇറ്റ് മാറ്റേഴ്സ്. ഇത് എന്നെ എങ്ങനെ ബാധിക്കുന്നു? നമ്മളെ ബാധിച്ചിട്ടില്ല ഇൻഡസ്ട്രി 4.0. ഇൻഡസ്ട്രി 4.0 നമ്മളെ ബാധിച്ചതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ നല്ലൊരു മൊബൈൽ ഇരിക്കുന്നത്. ഇൻഡസ്ട്രി 4.0 നമ്മളെ ബാധിച്ചുകൊണ്ടാണ് നമ്മൾ സൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ കിടക്കുന്ന ഓരോ ആപ്ലിക്കേഷൻസ്. അങ്ങനെ
ഏതൊരു ഫാക്ടർ എടുത്താലും കഴിഞ്ഞ 10 കൊല്ലത്തിൽ നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിൽ ഇന്ന് ഇരിപ്പുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ഡ്യൂ ടു ഇൻഡസ്ട്രി 4.0. അത് ഇന്നും നിങ്ങളെ മാറ്റർ ചെയ്യും. ഇനിയും വരുന്ന ഓരോ ദിവസങ്ങളും നാളെയും ഫ്യൂച്ചറും ഒക്കെ ഇൻഡസ്ട്രി 4.0 ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. യു ആർ എ കൺസ്യൂമർ ഓഫ് ഇൻഡസ്ട്രി 4.0. എവറി ഹ്യൂമൻ ബീങ് ഇസ് എ കൺസ്യൂമർ ഓഫ് ഇൻഡസ്ട്രി 4.0. നമ്മുടെ ആ വീഡിയോയിൽ മുകേഷ് അംബാനി പറഞ്ഞതുപോലെ ഹ്യൂമാനിറ്റി ഇറ്റ്സെൽഫ് ഈസ് ചേഞ്ചിങ് വിത്ത് ഇൻഡസ്ട്രി 4.0. ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഇൻഡസ്ട്രി 4.0 ചേഞ്ച് ചെയ്യുകയാണ്. ഞാനും നിങ്ങളും അതിന്റെ ഒരു പാർട്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്രയും നേരം ഏകദേശം 1 മണിക്കൂറോളം എൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം ഇന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയതിൽ. നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഈ 10 ടെക്നോളജീസ്, നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആണ്, ഈ 10 ടെക്നോളജീസ് എന്തുകൊണ്ടാണ് ഇപ്പോഴേ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അക്കാഡമിക്സിനൊപ്പം ഇതിലൂടെ കയറി പോകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഈ 10 ടെക്നോളജിയും കൊണ്ട് ഇങ്ങനെ ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 10 ടെക്നോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻട്രസ്റ്റഡ് ആയാൽ നിങ്ങളുടെ കരിയർ തന്നെ മാറും എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പം അന്ന് പറഞ്ഞുതരാൻ ആരും കാണത്തില്ല. ഞാനൊക്കെ പഠിച്ച സമയത്ത് എനിക്ക് പറഞ്ഞുതരാൻ ആരും ഇല്ലായിരുന്നു. ദെൻ ഈവൻ എനിക്കിങ്ങനെ ഒരു നോളജ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ലാസ്റ്റ് ഒരു 1 year 1.5 yearനകത്താണ് ഇൻഡസ്ട്രി 4.0 എന്നൊരു 2010-11 കാലഘട്ടങ്ങളിൽ തുടങ്ങിയ ഇൻഡസ്ട്രി 4 പറ്റി ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ വർഷമാണ്. നിങ്ങളിൽ പലരും ഇന്നിപ്പം 45-50 പേരോളം ഉള്ളതിൽ പലരും ആദ്യമായിട്ടായിരിക്കും ഇൻഡസ്ട്രി 4 എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെ കേട്ടത്. ഇൻഡസ്ട്രി റവല്യൂഷൻ 1, 2, 3 ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. 4 എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങളിൽ പലരും ഇന്നായിരിക്കും ആദ്യമായി കേട്ടതും അതിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള 10 ടെക്നോളജീസുമാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഈ ടെക്നോളജീസ് ഒക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ, ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ടേസ്റ്റ് ആയി മാറട്ടെ, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് അതിൽ സെറ്റ് ചെയ്യാനായിട്ടും ഏറ്റവും പ്രോമിസിംഗും ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കരിയറും ഒരു എഡ്യൂക്കേഷൻ ലൈഫ്, ക്യാമ്പസ് ലൈഫും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഓവർ ടു ഷെറിൻ. Thank you so much, sir. The class was very informative. ഒരു within 1 hour കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ എല്ലാ ട്രെൻഡിങ് ടെക്നോളജീസും സാർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. I must say ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് നിങ്ങളത് ഉപയോഗിക്കുക. കാരണം ഏറ്റവും ട്രെൻഡിങ് ടെക്നോളജീസ് ആണ് സാർ പറഞ്ഞു തന്നത്. ആൻഡ് എ ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. Thank you so much, sir. Thank you. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം 19th നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും പരസ്പരം ഒക്കെ ഒന്ന് കണ്ടു. പക്ഷേ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാനും നിങ്ങൾ എന്താണെന്നും നിങ്ങൾ ആരാണെന്നും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? മീൻസ് നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ ആരൊക്കെയാണ്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല. സോ വി തോട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളിപ്പോ ഒരു ക്ലാസ്മേറ്റ്സ് അല്ലേ, നിങ്ങൾ കുറെ പേര്, നിങ്ങൾ ഈ 50 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്മേറ്റ്സ് ആണ്. സോ നിങ്ങൾ പരസ്പരം അറിഞ്ഞിരിക്കണം. സോ അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചോദിച്ചിരുന്നു. അത്യാവശ്യം നല്ല